ഇത് മലയാളത്തിന്റെ അഭിമാനമായിരുന്ന ഒരാളുടെ ഓർമ്മചിത്രമാണ്. ഈ മനുഷ്യനെ നാം അറിയും. ഇന്ത്യയൊട്ടാകെ അറിയപ്പെട്ടിരുന്ന ഈ കലാകാരനെ, ഗുരു ഗോപിനാഥിനെ, അനശ്വരനായ ആ കലാകാരന്റെ ഓർമ്മകളുമായി ജീവിക്കുന്ന ഒരാൾ ഇവിടെയുണ്ട്. ഗുരു ഗോപിനാഥിന്റെ പ്രിയപ്പെട്ട മകൾ, അച്ഛന്റെ കലാപാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയുള്ള മകൾ വിനോദിനി. പോയകാല മലയാള സിനിമയിലെ താരത്തിളക്കമായിരുന്നു വിനോദിനിയും. സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട ബാലതാരം. അമ്പാടി കണ്ണനായും ബാലഗോപാലനായും ഒക്കെ വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ എത്രയെത്രയാണ്. വർഷങ്ങൾക്ക് ഇപ്പുറം ഇവിടെ വിനോദിനി കഴിഞ്ഞുപോയ സിനിമാ കാലം ഓർത്തെടുക്കുകയാണ്. സിനിമയിൽ അഭിനയിക്കുന്ന കാര്യത്തിൽ അച്ഛൻ്റെ കല വലുതായിട്ട് സ്വാധീനിച്ചിട്ടില്ല. എങ്കിലും അച്ഛൻ അതിനൊരു കാരണമായിരുന്നു. ഞാൻ സിനിമയിൽ വരാനൊരു കാരണം അച്ഛനായിരുന്നു. 3.5 വയസ്സിലാണ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത്. ഞാൻ തുടർച്ച ഒരു 10 വയസ്സ് വരെ സിനിമയിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ബാല്യത്തിലുള്ള ഒരു കളിയും ചിരിയൊന്നും എനിക്കില്ലായിരുന്നു. കുഞ്ഞിലെ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു എൻ്റെ ജീവിതം തുടങ്ങിയത്. കാരണം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹാഫ് എ ഡേ സ്കൂളിൽ പോകും. പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ ഷൂട്ടിങ്ങാണ്. അതും ചിലപ്പോൾ ഷൂട്ടിങ് ദൂര സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ കുറേ ദിവസം സ്കൂളും മിസ് ചെയ്യും. പിന്നെ കളിക്കാനൊന്നും സമയം കിട്ടില്ല. കാരണം ചിലപ്പോൾ ഷൂട്ടിങ്ങൊക്കെ രാത്രി ഒരുപാട് നീണ്ടുപോകും. പിന്നെ ആകെ കിട്ടുന്ന സമയം സെറ്റിൽ ഷോർട്സിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയം അവിടെ ഇരുന്ന് കളിക്കും. അത്രേ ഒരു ബാല്യം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഈ കുഞ്ഞിലെ തന്നെ പഠിത്തം ഇതും കൂടി ബാലൻസ് ചെയ്ത് പോകാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അന്നെന്താ അഭിനയം ഇത് സിനിമയാണെന്നോ ഇത് സിനിമ എടുക്കുകയാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ചേച്ചി ആണ് ആ സിനിമയിൽ ആദ്യം അഭിനയിച്ചത്, വിലാസിനി എന്ന് വെച്ചാൽ. അവർ കൃഷ്ണൻ്റെ റോള് ചെയ്തപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ അമ്മ എന്നെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് അവിടുത്തെ ആൾക്കാരും അവിടുത്തെ സിറ്റുവേഷനൊക്കെ വളരെ ഫെമിലിയർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പൂതനയുടെ ഒരു സീൻ വന്നപ്പോൾ പൂതന ഭയങ്കര രൗദ്ര വേഷം ഇല്ല പൂതന ഉണ്ട്. അപ്പോൾ കുറേ കുട്ടികളെ കൊണ്ടുവന്നിരുന്നു. അവരെല്ലാം ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ആ പൂതനയുടെ വേഷം കെട്ടിയത് എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് ഈ കുട്ടിയെ എടുത്തുവിടാം, അച്ഛനാണല്ലോ. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വന്നത്. അങ്ങനെ കൊച്ചു കൃഷ്ണനായിട്ട് വേഷം കെട്ടിയിട്ടാണ് വന്നത്. ആദ്യ സിനിമയിലെ കൃഷ്ണവേഷത്തോടെ തന്നെ വിനോദിനി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി. പ്രതിഭാവിലാസം പ്രകടിപ്പിച്ച കൊച്ചു പെൺകുട്ടിയെ സിനിമാ ലോകവും പ്രത്യേകം ശ്രദ്ധിച്ചു. കഥാപാത്രങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വിനോദിനിയെ തേടി വരാൻ തുടങ്ങി. ഈ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കൂടുതൽ ഓഫർ വന്നു. അന്ന് എനിക്ക് തോന്നുന്നു ആ കാലത്ത് ഈ ബാലനടികളായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ സേതുമാധവൻ, പിന്നെ കൃഷ്ണൻ നായർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓഫർ ചെയ്ത് അങ്ങനെ സിനിമയിലേക്ക് വന്നു. ഒരു കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. പക്ഷെ അന്നൊക്കെ എത്രയോ മാസങ്ങളെടുക്കും ഒരു സിനിമ കഴിയണമെങ്കിൽ. അപ്പോൾ കുറേ നീണ്ട് കുറേ നാൾ അഭിനയിച്ചിരുന്നു. അന്നത്തെ കാലത്തുള്ള ഒരുവിധം എല്ലാ വലിയ നടന്മാരുടെ കൂടെ കൂടുതലും ഞാൻ അഭിനയിച്ചത് സത്യൻ്റെ കൂടെയാണ്. സത്യനായിരിക്കും മിക്കവാറും എൻ്റെ സിനിമയിലെ അച്ഛൻ, അതുപോലെ അംബികയായിരിക്കും അമ്മ. പിന്നെ എൻ്റെ കൂടെ തന്നെ പ്രേം നസീർ, ഉമ്മറില്ല, കൊട്ടാരക്കര ശ്രീധരൻ, അങ്ങനെ അന്നത്തെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റിനും കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ടേഴ്സ് അതുപോലെ രാമു കാര്യമായിട്ടൊഴികെ അന്നത്തെ എല്ലാ ഫേമസ് ഡയറക്ടേഴ്സിനും കൂടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ബാലതാരമായി തുടങ്ങിയ പലരും പിൽക്കാലത്ത് നായികാ വേഷങ്ങൾ അണിഞ്ഞ് പേരെടുത്തിട്ടുണ്ട്. ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ നായികാ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിനോദിനി പക്ഷേ ആ സിനിമയ്ക്ക് ശേഷം മറ്റു വേഷങ്ങൾ സ്വീകരിച്ചില്ല. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു പിന്നീട് ഈ അഭിനേത്രി. ഇപ്പം എൻ്റെ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ഞാൻ വയ്ക്കും എനിക്കിതിനെക്കാട്ടിലും കുറച്ചുകൂടി നന്നായിട്ട് അഭിനയിക്കാമായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു സ്റ്റൈൽ അതായിരുന്നു. അന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നല്ല അഭിനയം, ആരും മോശം എന്ന് പറയില്ല. പക്ഷേ എന്തായാലും ഇമ്പ്രൂവ് ചെയ്തിരുന്നു. ആ ഒരു പ്രായത്തിൽ നിന്ന് ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വന്നിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കുറച്ചുകൂടി വലുതായപ്പോൾ സിനിമയാണ് അഭിനയിക്കേണ്ടതാണെന്നൊക്കെ മനസ്സിലായി. പിന്നെ ഈ ഡയറക്ടേഴ്സായിട്ടും നല്ല ഫ്രണ്ട്സായി. അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടും ഇൻഹിബിഷൻസൊക്കെ കുറച്ച് ആക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ 10 വയസ്സിനകത്ത് 14 സിനിമ ചെയ്തിരുന്നു. പക്ഷേ ആ 10 വയസ്സാവാറായപ്പോൾ കുറച്ചും കൂടി വലുതായതുകൊണ്ട് കുറച്ചും കൂടി ഒരു ചെറിയൊരു ഇൻഹിബിഷനൊക്കെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ. അതുവരെ ഇല്ലായിരുന്നത്. കുറച്ച് വലുതായി തുടങ്ങിയപ്പോൾ കുറച്ചൊരു മടിയും ചെയ്യാനൊക്കെ ഒരു സെൽഫ് കോൺഷ്യസ് ആയി തുടങ്ങി. എൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ മദ്രാസിലായിരുന്നു. അവിടെ കോൺവെൻറ്റ് പോവും, പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന് പോവും. പിന്നെ ദൂരെയുള്ള സമയത്ത് വെക്കേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം തിരുവനന്തപുരത്ത് അതിന് ശേഷമാണ് പിന്നെ ബാക്കി സിനിമകളൊക്കെ അഭിനയിച്ചത്. അപ്പോഴും ഇതുപോലെ ഹാഫ് ഡേ ഒക്കെ ക്ലാസ് കട്ട് ചെയ്ത് പോകും. അത് ടീച്ചേഴ്സിനൊക്കെ അറിയാം ഷൂട്ടിങ്ങിന് പോകുമെന്നാണെന്ന് അറിയാം, പിള്ളേർക്കും അറിയാം. ആദ്യമൊക്കെ അറിയില്ലായിരുന്നു. പിന്നെ അവർ മനസ്സിലായി സിനിമ അഭിനയിക്കാനാണ് പോകുന്നതല്ലേ ഉച്ചയ്ക്ക് ശേഷം എന്നൊക്കെ പറയുന്നു. ദേവികന്യമാരി അഭിനയിക്കുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്ത് ഡിഗ്രി ചെയ്തു. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു, പഠിച്ചു, MA സോഷ്യോളജി ചെയ്തു, റാങ്ക് വാങ്ങിച്ചു. ഫസ്റ്റ് റാങ്കാണ് ഞാൻ. കലാലോകത്ത് ഗുരു ഗോപിനാഥിന്റെ പ്രശസ്തി നർത്തകനെന്ന നിലയിലായിരുന്നുവെങ്കിൽ
വിനോദിനി എന്ന മകളുടെ പ്രശസ്തി അഭിനേത്രി എന്ന നിലയിലാണ്. ചെറിയ കാലം കൊണ്ട് വലിയ പ്രശസ്തി നേടിയ ഒരു നടിയാണിവർ. ഇന്നലെ എന്നോ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ ഇന്നും ഈ കലാകാരി ഓർമ്മിക്കപ്പെടുന്നുണ്ട്, തിരിച്ചറിയപ്പെടുന്നുണ്ട്. നായിക റോളിൽ ഞാനിപ്പോൾ ദേവി കന്യാകുമാരി എന്നുള്ള ആ സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അത് ഒരു ഇതുപോലെ ഞാൻ 10 വയസ്സിന് ശേഷം സിനിമ അഭിനയം നിർത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പി സുബ്രഹ്മണ്യം ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, പിന്നെ ദേവി കന്യാകുമാരി സിനിമ എടുക്കുന്നുണ്ട്, ലക്ഷ്മിയാണ് അതിന് ദേവിയായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അങ്ങേര് പറഞ്ഞു, അവർ വിളിച്ചു പറഞ്ഞു അവർക്ക് എന്തോ അസുഖമാണ്, വരാൻ പറ്റില്ല. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, എനിക്ക് വിനോദിനിയെ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഈ റോളിന് സൂട്ടാവും, മോളെ അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനും വളരെ ക്ലോസ് ആയിരുന്നു അദ്ദേഹത്തിനോട്. അപ്പോൾ ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ മാത്രമാണ് ഈ സിനിമ അഭിനയിക്കാൻ പോയത്. അല്ലാതെ സിനിമയിലേക്ക് വിടണമെന്നില്ലായിരുന്നു. 10 വയസ്സോട് സിനിമ നിർത്തി വെച്ചതായിരുന്നു. ഭക്തകുചേരയിലേക്ക് ഒരു ചാൻസ് ആയിട്ട് പോയതാണ്. പിന്നെ അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് കുറേ സിനിമകളുണ്ടായിരുന്നു. പക്ഷേ ദേവി കന്യാകുമാരി ആണ് കുറച്ച് വലുതായതിന് ശേഷം വന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്, എനിക്ക് കോളേജിൽ പോകാനുള്ളതാണ്, പിള്ളേരൊക്കെ കൂവും കല്ലെറിയും, ഞാൻ അഭിനയിക്കില്ല. അപ്പോൾ അദ്ദേഹം സുബ്രഹ്മണ്യം നിങ്ങൾ മുതലാളി നൽകി, അദ്ദേഹം പറഞ്ഞു പിന്നെ ഇല്ലാതെ പേടിക്കേണ്ട, അങ്ങനത്തെ സീൻസ്, ഞാൻ പറഞ്ഞു ലവ് സീൻസ് ഒന്നും തൊടില്ല, നായകനെ തൊടില്ല, ഇങ്ങനെ കണ്ടീഷൻസൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ ഒരൊറ്റ സീനിൽ ആ കണ്ണാലിലെ കണ്ണാന്നുള്ള പാട്ടുണ്ട്, ആ പാട്ടിൽ ആ ഒരു ഒറ്റ സീനിൽ മാത്രം ഒരു പുരുഷൻ്റെ കൈ ഞാൻ പിടിക്കുന്നുള്ളൂ. ശിവൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, അതിലവർ പറഞ്ഞു കൈ കോത്ത് ഡാൻസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനത്തെ പരിപാടി ഉണ്ട്, ശിവൻ അടുത്ത് വന്ന് നിൽക്കാൻ തൊടുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. അതെനിക്കറിയാം. പിന്നീട് കോളേജിൽ പോകുമ്പോഴത്തേക്ക് പിള്ളേർ അത് വെച്ച് ഒന്നില്ലെങ്കിൽ തന്നെ പിള്ളേർ വരും. അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ആ കണ്ടീഷൻസൊക്കെ എഗ്രി ചെയ്തതിന് ശേഷമാണ് സിനിമ എടുത്തത്. അച്ഛൻ അങ്ങനെ സിനിമ അഭിനയിക്കാൻ വേണ്ടി പ്രത്യേകം പഠിച്ചിട്ടൊന്നുമില്ല. അച്ഛൻ സ്റ്റേജിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡാൻസ് ചെയ്യുന്നവർക്ക് എന്തായാലും കുറച്ച് അഭിനയം ഉണ്ടാവുമല്ലോ, അത് തന്നെ അച്ഛൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകമായിട്ട് അതിന് പഠിക്കുകയോ പരിശീലിക്കുകയോ ചെയ്തിട്ടില്ല. നൃത്തം വലുതായിട്ടില്ല, ഞാൻ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. കാരണം സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു, സിനിമ ഷൂട്ടിങ്ങിന് പോകണം, പിന്നെ അതിൻ്റെ കൂടെ ഡാൻസും കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെയിൻ ആയിപ്പോകും. കാരണം ചെറിയ കുട്ടിയാണല്ലോ. അപ്പോൾ നൃത്തം അത്ര പഠിച്ചിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ആ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത്രയും സിനിമകൾ അഭിനയിച്ചെങ്കിലും ഈ ദേവി കന്യാകുമാരിയുടെ സിനിമയാണ് എല്ലാവരും ഓർക്കുന്നത്. ഈ കുഞ്ഞിലുള്ള സിനിമ അത്ര ആരും ഓർക്കില്ല, പഴയ ആൾക്കാരൊക്കെ ഓർക്കുന്നല്ലാതെ. ഇപ്പോഴും അതിൻ്റെ പേരിലൊക്കെ ആൾക്കാർ ഓർക്കുന്നുണ്ട്. അതുപോലെ ഈ അതിൻ്റെ പാട്ടൊക്കെ കാണിക്കുമ്പോഴൊക്കെ ഓർക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ കൊണ്ട് തന്നെ വളരെ ഫേമസ് ആയി. പക്ഷേ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, അത്ര വലിയൊരു പെർഫോമൻസ് ഒന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ അതെന്തോ ക്ലിക്ക് ചെയ്തു, ആ സിനിമ വലിയൊരു ഹിറ്റായിരുന്നു.